എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു, ഒരു സാംസങ്ങിൻ്റെ A20s പറഞ്ഞ മോഡലായിരുന്നു. അതിൻ്റെ കൈമ കിട്ടുമ്പോൾ ഡെഡായിരുന്നു. പക്ഷേ ഒരു ഇതുണ്ടായിരുന്നു, അത് കംപ്ലയിൻറ്റ് ഫൈൻഡ് ചെയ്യണം അല്ലെങ്കിൽ അത് എനിക്ക് നന്നാക്കണം എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുന്നേ എവിടേക്ക് വരുന്നതിന് മുന്നേ നിൽക്കുമ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. CPU സെക്ഷൻ ഷോർട്ടായിരുന്നു. പക്ഷേ അത് നോർമലായിട്ട് എന്നെ കൊണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരു ജസ്റ്റ് 6 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് കംപ്ലയിൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റി, അത് റെഡിയാക്കി എടുക്കാൻ എന്നെ കൊണ്ട്. ടിയാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൻഡ്രോയിഡ് അപ്ഡേഷൻ ക്ലാസ്സിൻ്റെ ഒരു ബാച്ച് കൂടി ഇന്നിവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇതിൽ 1 വർഷം മുതൽ 12 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസാണ് ഈ ഇരിക്കുന്നത്. ഈ 16 ദിവസത്തെ ക്ലാസ്സിന് ശേഷം അവർക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എൻ്റെ പേര് റിഫാദ്, ചേർന്ന് വരുന്നു. ഞാൻ ഇതുവരെ നോർമൽ വർക്കാണ് എടുത്തത്. ഇവിടെ വന്ന് ഇങ്ങനെ കംപ്ലയിൻ്റ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മനസ്സിലായി. അപ്പോൾ CPU ചെയ്ത് ഡബിൾ ഡെക്കർ CPU ചെയ്ത് സക്സസ് ആയി. പിന്നെ ഒരു ഫോൺ ഉണ്ടോന്നിനും അതിനൊരു CPU ആയി കംപ്ലയിൻറ്റ് അത് ഓക്കെ ആയി. എൻ്റെ പേര് സജീർ. ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 10-12 കൊല്ലമായി. പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യാനും പിന്നെ CPU വരെ നമ്മൾ റീബോൾ ചെയ്ത് ചെയ്യാനും കഴിഞ്ഞു. അങ്ങനത്തെ സെറ്റൊക്കെ നമ്മൾ റിട്ടേൺ വിടായിരുന്നു. ബേസിക് കംപ്ലയിൻറ്റ് മാത്രം സോൾവ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും ഹാർഡ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വേറെ ഷോപ്പിൽ വർക്ക് എടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന ആൾ ടെക്നീഷ്യൻ തന്നെയാണ്. സൊല്യൂഷൻ കണ്ടെത്താത്ത ഫോൺ ഉണ്ടെങ്കിൽ അത് നമ്മളെ മുന്നിൽ തന്നെ വന്നിരുന്നിട്ട് നമുക്ക് അത് ചെയ്ത് കാണിച്ചു തരും. പ്രോബ്ലം കണ്ടെത്തി ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് സോൾവ് ചെയ്ത് ശരിയാക്കി തരും. ഇപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ ആയാലും ആരെങ്കിലും ഒരാൾ തിയറി എടുക്കുക, പിന്നെ കുറച്ച് പ്രാക്ടീസ്, അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ്. എൻ്റെ പേര് ഷാനു, ഞാൻ അടിവാരത്തു നിന്നാണ് വരുന്നത്. ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ഒരു ബേസിക് ലെവലായിട്ടുള്ള നോർമൽ വർക്ക് മാത്രമേ എടുത്തിരുന്നുള്ളൂ. അപ്ഡേറ്റഡ് ആയിട്ടുള്ള വർക്കൊന്നും ഇത് ചെയ്തിട്ടില്ല. അതിനുശേഷം ഇവിടെ കയറി ഒരു 16 ദിവസം ക്ലാസ് ആയിരുന്നു. കയറിയപ്പോൾ എല്ലാം എന്താ പറയുക റെഡിയായി. ഇപ്പോൾ എല്ലാ വർക്കും എടുക്കും. ഇപ്പോൾ ചിപ്പ് ലെവലാണെങ്കിലും ശരി, സോഫ്റ്റ്വെയർ ആണെങ്കിലും ശരി, ഇപ്പോൾ EMMC റീറൈറ്റിംഗ് ആണെങ്കിലും എന്ത് വർക്കിലാണെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മെത്തേഡ് അടക്കം ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചിപ്പ് ലെവലാണെങ്കിലും CPU ലെവൽ 100% ഓക്കെ ആക്കിയിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. ഒരു ഓൺ ബോർഡ് തന്നിട്ടാണെങ്കിലും ചെയ്ത് സെറ്റപ്പ് ആക്കി വിടുന്നു. എൻ്റെ പേര് സുഫോന്, ഞാൻ മലപ്പുറം കോട്ടയ്ക്കാണ് വരുന്നത്. പിന്നെ എൻ്റെ ബ്രദറ് പിന്നെ എൻ്റെ ഫ്രണ്ടും ഇവിടുന്ന് അപ്ഡേഷൻ എടുത്ത് ഇറങ്ങിയതാണ്. എനിക്ക് ഇവിടുന്ന് വരുന്നതിന് മുമ്പ് നോർമൽ വർക്ക് അറിയണുള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ചിപ്പ് ലെവലും IC വർക്ക് എല്ലാം ഓക്കെയാണ്. എല്ലാ വർക്കും ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സാറായാലും ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ. ഡബിൾ ഡെക്കർ ആയാലും നമുക്ക് ഓൺ ബോർഡ് തന്നിട്ടാണ് ഓക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് വിടേണ്ടത്.